ശ്രീ ആന്റണി ജോൺ. സർ, ആലുവ മൂന്നാർ രാജപാത ജനങ്ങൾക്ക് യാത്രക്കായി തുറന്നു കൊടുക്കണമെന്നും ഈ രാജപാതയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ മാസം 16-ാം തീയതി ഏറ്റവും ഒടുവിലായി പൂയംകുട്ടിയിൽ നടന്ന വലിയ ജനകീയ മുന്നേറ്റത്തിൻ്റെ ഭാഗമായി അതിന് നേതൃത്വം കൊടുത്ത അഭിവന്ദ്യ മാർ ജോർജ് പുന്നക്കോട്ടിൽ പിതാവിൻ്റെ പേരിലടക്കം ആ മണ്ഡലത്തിലെ MLA ആയ എൻ്റെ പേരിലും ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് അടക്കമുള്ള ജനപ്രതിനിധികളുടെ പേരിലുമെല്ലാം പൊതുപ്രവർത്തകരുടെയും വൈദികരുടെയും അടക്കം പേരിലെടുത്തിട്ടുള്ള കേസുകൾ വനം വകുപ്പ് പിൻവലിക്കണമെന്നും അതോടൊപ്പം തന്നെ ഈ രാജപാത തുറന്നു കൊടുക്കാൻ അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെടുകയാണ് സാർ. ഈ ഒരു വിഷയം നിരവധി പ്രാവശ്യം ഞാൻ സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. കഴിഞ്ഞ 9 വർഷക്കാലം ഞാനും എനിക്ക് മുൻപുമുള്ള ജനപ്രതിനിധികളും ഈ വിഷയങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് അടിയന്തര പ്രാധാന്യം, ഇന്ന് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മൂന്നാർ. അതുകൊണ്ട് അടിയന്തരമായി ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടാകണമെന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു. സർ, ബഹുമാനപ്പെട്ട ആന്റണി ജോൺ MLA-ക്കൊപ്പം നേരത്തെ തന്നെ A. രാജ MLA-യും ഈ കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. ഈ വിഷയത്തിൽ നിലവിലുള്ള നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കുക മാത്രമാണ് വനംവകുപ്പ് ചെയ്തിട്ടുള്ളതെന്നാണ് റിപ്പോർട്ട് കിട്ടിയിട്ടുള്ളത്. ഇവരുടെ ഭാഗത്തു നിന്നും നിയമവിരുദ്ധമായ നടപടികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആയത് പരിശോധിക്കാനും കേസ് വിശദമായി പരിശോധിച്ച് ആവശ്യമായ തുടർച്ച നടപടികൾ സ്വീകരിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്.